നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ഇപ്പോൾ ശക്തമായ നടപടികളാണ് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യ നടക്കുന്ന ഒരു വാർത്ത റിപ്പോർട്ടായി വന്നിരുന്നു. അസമിൽ 1,66,000 ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ട് എന്ന റിപ്പോർട്ട്. അവരിൽ 30,100 അനധികൃത കുടിയേറ്റക്കാരെ തിരികെ നാടുകടത്തിയെന്നായിരുന്നു അസം സർക്കാർ പ്രഖ്യാപിച്ചത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കുമെന്ന് അസം സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ശക്തമായ നടപടികൾ ഇന്ത്യ സ്വീകരിക്കും. 2024 ഡിസംബർ 31 വരെ ആകെ 1,65,531 കുടിയേറ്റക്കാർ അസമിൽ അനധികൃതമായി താമസിക്കുന്നുവെന്നായിരുന്നു കോൺഗ്രസ് MLA അബ്ദുൾ റഹീം അഹമ്മദിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയത്. മന്ത്രി ബോറയുടെ ഈ വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്നതാണ്. 32,870 നുഴഞ്ഞുകയറ്റക്കാർ 1966-നും 1971-നുമിടയിൽ സംസ്ഥാനത്ത് പ്രവേശിച്ചു. അതേസമയം 1,32,661 പേർ പൗരത്വം നിർണയിക്കുന്നതിനുള്ള കട്ട് ഓഫ് വർഷമായ 1971 മാർച്ചിന് ശേഷമാണ് ഇന്ത്യയിലെത്തിയത്. അസം അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് വൻതോതിലുള്ള അനധികൃത കുടിയേറ്റം നേരിടുന്നു. ബംഗ്ലാദേശിൽ നിന്ന് വൻതോതിലുള്ള അനധികൃത കുടിയേറ്റം സംസ്ഥാനത്തെ നിരവധി ജില്ലകളുടെ ജനസംഖ്യാ ശാസ്ത്രത്തെ മാറ്റിമറിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി. അസമിൽ നിന്ന് ഇത്തരം ചില വാർത്തകൾ കേൾക്കുമ്പോൾ ജാർഖണ്ഡിൽ അതിനേക്കാൾ ഭയാനകമായ മറ്റു ചില റിപ്പോർട്ടുകൾ. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിന്നും രക്ഷപ്പെടാനായി ജാർഖണ്ഡിലെ ആദിവാസി പെൺകുട്ടികളെ മൗലികവാദ സംഘടനകളുടെ സഹായത്തോടെ വിവാഹം കഴിച്ച് മതം മാറ്റി അനധികൃതമായി ഭൂമി വാങ്ങിക്കൂട്ടിയെന്നതാണ് ഈ റിപ്പോർട്ട്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഈ റിപ്പോർട്ട് ഇപ്പോൾ ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നു. മൗലികവാദ സംഘടന സംസ്ഥാനത്ത് ഏകദേശം 10,000 ഏക്കർ ഭൂമി വാങ്ങി എന്നീ റിപ്പോർട്ടിൽ പറയുന്നു. ജാർഖണ്ഡിനെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്റലിജൻസ് വകുപ്പ് ഈ റിപ്പോർട്ടിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അവരുടെ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് കൈമാറുകയും ചെയ്തു. PFI രാജ്യത്ത് നിരോധിച്ചതിന് ശേഷം സന്താൽ ലാൻഡ് എന്നറിയപ്പെടുന്ന പകൂർ, ജംതാര, ഗോഡ്ക, സാഹജ്ഗഞ്ച് ജില്ലകളിലേക്ക് സംഘടന അതിവേഗം വികസിച്ചു. രാജ്മൽ, ഉദ്വ, ബർഹത്ത്, അയോധ്യ, ജോഗ്തോൾ, വൃന്ദാവൻ, ബാലുഗ്രാം, കരംതോൾ, മഹാരാജ്പൂർ, തീൻ ഫഹാഡ് ബസാർ, ജോഗ്ഗ, പതർക്കോല തുടങ്ങിയ ഗ്രാമങ്ങളിൽ മതമൗലികവാദികൾ അതിവേഗം ഭൂമി വാങ്ങിക്കൂട്ടുന്നു. പല ഗ്രാമങ്ങളിലും അവർ അനധികൃതമായി ആയുധങ്ങൾ ഉപയോഗിച്ച് മറ്റാളുകളുടെ ഭൂമി ബലമായി കൈവശപ്പെടുത്തുന്നു. ഗ്രാമീണരെ ഭയപ്പെടുത്തി തുച്ഛമായ വിലയ്ക്കാണ് പല ഭൂമിയും അവർ വാങ്ങിക്കൂട്ടുന്നത്. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർക്ക് ജാർഖണ്ഡിലെ അവരുടെ ഭൂമി ഏകീകരിക്കുന്നതിനും ജംഗമ സ്ഥാവര വസ്തുക്കൾ വാങ്ങുന്നതിനുമൊക്കെ ധനസഹായം നൽകുകയും ചെയ്യുന്നു. അനധികൃത ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ കൂടുതൽ ശക്തരാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് ജാർഖണ്ഡ് പോലീസ് വക്താവ് RK മാലിക് പറഞ്ഞു. ഈ വിഷയം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളടക്കം തങ്ങളുടെ മുന്നിലുണ്ട്. ഇത് രാജ്യത്ത് തന്നെ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ദേശീയ സുരക്ഷയ്ക്ക് അങ്ങേയറ്റം അപകടകരവും. ജാർഖണ്ഡിലെ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ PFI അംഗങ്ങൾ പദ്ധതി പ്രകാരം കെണിയിൽ വീഴ്ത്തി വിവാഹം കഴിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എടുത്തു പറയുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തീവ്രവാദികൾക്ക് സുരക്ഷിതമായി പ്രവേശിക്കാൻ ഒരു ഇടനാഴി സൃഷ്ടിക്കാൻ ഇതുവഴി അവർക്ക് കഴിയും. ഇതുവരെ 12,000-ലധികം പെൺകുട്ടികളെ PFI അംഗങ്ങൾ കെണിയിലാക്കി വിവാഹം കഴിപ്പിച്ചുവെന്നാണ് ഈ റിപ്പോർട്ട്. അസമിലെ പോലെ ജാർഖണ്ഡിലും NRC നടപ്പിലാക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. അസം സർക്കാർ ഇപ്പോൾ മുസ്ലിം വിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്നൊരു കൂട്ടർ പഴിക്കുമ്പോഴാണ് ശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. ജനാധിപത്യത്തിന്റെ പേരിൽ മതത്തെ പ്രീണനപ്പെടുത്തുന്ന യാതൊരുവിധ ശീലങ്ങളും അസമിൽ വേണ്ട എന്ന് അസം സർക്കാർ നിഷ്കർഷിക്കുന്നു. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് വേണ്ടി മുസ്ലിം MLA-മാർക്ക് ഇതുവരെ നിയമസഭയിലുണ്ടായിരുന്ന ഇടവേള ഇപ്പോൾ സർക്കാർ ഒഴിവാക്കി. എല്ലാ വെള്ളിയാഴ്ചയും 2 മണിക്കൂർ സമയമാണ് ജുമയ്ക്കു വേണ്ടി സഭ നിർത്തിവച്ചിരുന്നത്.
അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ നടപ്പാക്കുന്ന മുസ്ലിം വിരുദ്ധ നീക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്ന് പ്രതിപക്ഷം പറയുന്നു. ഭരണഘടനയുടെ മതേതര ദിശാബോധം കണക്കിലെടുത്ത് മറ്റേതൊരു ദിവസത്തെയും പോലെ വെള്ളിയാഴ്ചകളിലും അസം നിയമസഭാ സെക്ഷനുകൾ നടത്തണം എന്ന സ്പീക്കർ ബിശ്വജിത് ദൈമാരിയുടെ നിർദ്ദേശം റൂൾസ് കമ്മിറ്റി നടപ്പാക്കുകയായിരുന്നു. സഭയിൽ ഈ ബ്രേക്ക് നിർത്താനുള്ള തീരുമാനം സഭയുടെ ഉൽപാദനക്ഷമത കൂട്ടാൻ വേണ്ടിയാണ് എന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യം ഇപ്പോൾ രാജ്യത്ത് ശക്തമാവുകയാണ്. എന്നാൽ ബംഗ്ലാദേശിൽ ഇപ്പോഴും ന്യൂനപക്ഷ വേട്ട തുടരുന്നു. ബംഗ്ലാദേശിൽ രാജ്യവ്യാപകമായി നടക്കുന്ന ഹിന്ദുവിരുദ്ധ ആക്രമണങ്ങൾക്ക് ഒരു ശമനവുമില്ല. ഏറ്റവും ഒടുവിലിത രാജ്ഷാഹി ജില്ലയിൽ ഒരു ഹിന്ദു സ്ത്രീയെ ബസ്സിൽ കൂട്ടബലാത്സംഗം ചെയ്ത വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത്. ധാക്കയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സ്ത്രീക്കും കുടുംബത്തിനും നേർക്ക് ഫെബ്രുവരി 17 രാത്രിയിൽ നടന്നത് ക്രൂരമായ ആക്രമണം. ധാക്കയിലെ ഗബ്താലിയിൽ നിന്ന് രാജ്ഷാഹി ജില്ലയിലേക്ക് കുടുംബം ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു. തുടർന്ന് ഗാസിപ്പൂൺ ടൗൺ ഏരിയയിലെത്തിയപ്പോൾ ചില പുരുഷന്മാർ ബസ് തടഞ്ഞു. അവരൊക്കെ ആയുധങ്ങളുമായി എത്തിയിരുന്നു. കൊള്ളക്കാർ ഡ്രൈവറെ ബസ് മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകാൻ നിർബന്ധിച്ചു. യാത്രക്കാരെ കൊള്ളയടിച്ചു. പിന്നീട് അവർ ഒരു ഹിന്ദു സ്ത്രീയായ യാത്രക്കാരിയെ ലക്ഷ്യം വെച്ചു. കവർച്ചക്കാർ ഹിന്ദു സ്ത്രീയുടെ എല്ലാ ആഭരണങ്ങളും കൈക്കലാക്കി. അവരെ ബസ്സിൻ്റെ പിന്നിലേക്ക് വലിച്ചഴച്ചു. അവരുടെ ഭർത്താവ് അക്രമികളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും കവർച്ചക്കാർ അയാളെ ക്രൂരമായി മർദ്ദിച്ചു. സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തു. തുടർന്ന് കവർച്ചക്കാർ ബസ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ബംഗ്ലാദേശിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരം വാർത്തകൾ ഇപ്പോഴും പുറത്തു വരുന്നു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ട തുടരുമ്പോൾ ബംഗ്ലാദേശികളായ ഒരുപിടി മതമൗലികവാദികൾ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നു കയറുന്നു. ആദ്യം അസം, അതല്ലെങ്കിൽ ജാർഖണ്ഡ്, പിന്നീട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലേക്കും അവർ കടന്നു ചെല്ലുന്നു. അവിടെയൊക്കെ അവർ തങ്ങളുടെ ചെറുതാവളങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നു. വലിയ കണക്കുകൂട്ടലുകളാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.